ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രസ് ബട്ടൺ അറ്റാച്ച് ചെയ്യുന്നതെന്നാണ്. തുന്നി പിടിപ്പിക്കുന്ന പ്രസ് ബട്ടനെക്കാട്ടും കുറച്ചും കൂടി ഉറപ്പുള്ളത് ഇതുപോലെ മെഷീൻ ഉപയോഗിച്ച് വെക്കുന്ന പ്രസ് ബട്ടനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതാണ് പ്രസ് ബട്ടൺ വെക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു മെഷീൻ. ഈ ഒരു മെഷീൻ വാങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബട്ടൺസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഒരു പാക്കറ്റിൽ തന്നെ കൂടുതൽ ബട്ടൺസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൽ 3 തരത്തിലുള്ള ബട്ടൺസ് ആയിരിക്കും നമുക്കിതിൽ ഈ ഒരു പാക്കറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതിലൊരെണ്ണമാണ് ഈ ഒരു ടൈപ്പ്, പിന്നെ അടുത്തത് ഈ ഒരു ടൈപ്പ് ആയിരിക്കും, പിന്നെ ഇതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടൈപ്പ്. അപ്പോൾ ഈ ഒരു 3 ടൈപ്പാണ് നമുക്ക് ഈ ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കുക. ഇനി ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഈ മെഷീനിൽ ഇതുപോലെ 2 ഭാഗങ്ങളുണ്ട്. ഇതിൽ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കുഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമായിരിക്കും. അടുത്തത് ഈ ഒരു ഭാഗമാണ്. ഇത് കുറച്ചും കൂടി സ്ലോപ്പായിട്ടുള്ളൊരു കുഴി പോലത്തെ ഭാഗമാണ്. 3 ടൈപ്പ് ബട്ടൺസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മുള്ള് പോലെ നിൽക്കുന്ന ഒരു ബട്ടനാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കേണ്ടത്. അടുത്ത സൈഡിൽ ഈ ബട്ടനാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. നന്നായിട്ട് കുഴിഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് ഈ ബട്ടൺ വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ നമ്മൾ അടിയിലോട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി എവിടെയാണോ പ്രസ് ബട്ടൺ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി ഇതുപോലെ തന്നെ അടുത്തതും നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. അടുത്തത് ഈ ഒരു ബട്ടനാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ 2 സൈഡും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്. 2 സൈഡും ഏകദേശം ഒരേപോലെ ആണെന്നുണ്ടെങ്കിലും ഒരു ഭാഗം ചെറുതായിട്ടൊന്നിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. ആ ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതിൽ വെച്ച് കൊടുക്കുക. അടുത്തത് ഈ ഒരു ബട്ടനാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മുള്ള് പോലെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ വെച്ച സെയിം പൊസിഷനിൽ തന്നെയാണ് ഈ ഒരു ബട്ടൺ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് എവിടെയാണോ കറക്റ്റായിട്ട് പ്രസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇപ്പോൾ 2 ബട്ടൺ നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ പ്രസ് ബട്ടൺ ഫിക്സ് ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പഴയ ഡ്രസ്സിലോ ചെയ്ത് നോക്കിയിട്ട് വേണം പുതിയതിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്